ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. മാങ്ങാ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഉപ്പും പുളിയും മധുരവും കൂടെ നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് ടക്കന മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതേ കുക്കറിലേക്ക് അത് വെക്കുവാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ 2 വിസിൽ വേവിക്കണം. മാമ്പഴമായിട്ട് നമ്മൾ ഒരുപാട് വിസിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിം ഇട്ടതിന് ശേഷം സെക്കൻഡ് വിസിലാകുമ്പോൾ കുറച്ചിടുക. മാമ്പഴം വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും മാമ്പഴത്തിന് നിലംബരം വെക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതേ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടി അല്ല. നിങ്ങളുടെ വീട്ടിൽ മുളക് പൊടി ഇപ്പം എരിവ് കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ ഇച്ചിരി ചേർക്കാം കേട്ടോ. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കടല വേവുന്ന കണക്ക് ഒരുപാട് വേവൊന്നുമില്ല. മാമ്പഴം പെട്ടെന്ന് വെന്ത് വരും. പിന്നെ കുക്കറിൽ 2 വിസിൽ വെച്ചതിന് ശേഷം 2 ഇൻഗ്രീഡിയൻസ് കൂടെ മാത്രം മതിയാവും. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പൊടിയുപ്പാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് ആ വെള്ളത്തിൽ ആ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഈ വെള്ളത്തിൽ നമ്മൾ ചേർത്ത പൊടിയൊക്കെ പിന്നെ മാമ്പഴത്തിൽ പിടിച്ച് വെന്ത് വരുന്നതായിരിക്കും. നിങ്ങൾക്കായ ഒരു ചോദ്യമുണ്ട്, പഴുത്ത മാങ്ങയാണോ പച്ചമാങ്ങയാണോ കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. 2 വിസിൽ വേവിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ മാമ്പഴം ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഓരോ വീട്ടിലെ അംഗങ്ങളനുസരിച്ചാണ് നമ്മൾ മാമ്പഴം ചേർക്കാറ്. അപ്പോൾ നമ്മൾ വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിടാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇത് നമ്മൾ മാമ്പഴം വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാനുള്ളതാണ്, അതായത് കുക്കർ തുറന്നതിന് ശേഷം. അപ്പോൾ നമ്മളിതേ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ ഇഞ്ചിയേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി നമ്മൾ 1 അല്ലി അത് നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അടച്ചു വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ മാമ്പഴം ഇവിടെ 2 വിസിലൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് തുറന്ന് നോക്കാം. നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ മാമ്പഴം കറക്റ്റ് പാകത്തിനാണോ വെന്തത് എന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ മാമ്പഴം കറക്റ്റ് പാകമാണോ എന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പാകമാണ്. ഒരുപാട് വെന്ത് പോയിട്ടില്ല. രുചി നോക്കിയിട്ട് നല്ല മധുരവും ഉപ്പും ഉണ്ട്. ഇനി കുറച്ച് പുളിയും കൂടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള ആ ഒരു മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മാമ്പഴം പൊടിയാതെ സൂക്ഷിക്കണം. ഇത്രയും തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാളും കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ ചേർക്കുന്നത് കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ട് കുറേശ്ശെ കൂടെ ചേർത്തെന്നേ ഉള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല പുളിയും കൂടെ വരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാവുന്നതാണ്. തിളച്ച് പോവാതെ സൂക്ഷിക്കുക. അതിനിപ്പുറം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു കുഞ്ഞു പാത്രം എടുത്ത് വെച്ചു. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും കടുക് ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഫ്ലെയിം കുറച്ചിട്ടേക്കണം കേട്ടോ.
കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരേക്ക് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. വഴണ്ട് വന്നിട്ടുണ്ട്. ഇതേ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 എണ്ണം ചേർത്ത് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒടിച്ചാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പില ഒന്ന് ജസ്റ്റ് വാടിയാൽ നമുക്കിത് നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചൂടോടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാദ് അതിൽ നുണഞ്ഞിറങ്ങുന്നത്. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല മധുരവും ഉപ്പും പുളിയൊക്കെ ചേർന്നൊരു നല്ല സ്വാദായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുതേ. അപ്പോൾ കമൻറ്റ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദവുമാകും. നിങ്ങൾക്കറിയാവുന്ന മാങ്ങാക്കൊതിയർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ.